വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് സമരം. GST വകുപ്പിന്റെ അനാവശ്യ പിഴ, പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിലുള്ള പിഴ, വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയവയ്ക്കെതിരെയാണ് പ്രതിഷേധം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഈ സമരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സമരം പൂർണ്ണമാണോ? ഈ വ്യാപാര സംരക്ഷണ യാത്ര എപ്പോഴാണ് സമാപിക്കുക? വ്യാപാരികൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നറിയുന്നു. എപ്പോഴാണ് മുഖ്യമന്ത്രിയെ കാണുക? ലിബീഷ്, വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെയാണ് ഇന്ന് കടയടച്ചിട്ട് സമരം ചെയ്യുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ ഭാഗമായാണ് ഇന്ന് പണിമുടക്ക് നടക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു സംഘടനയുടെ ഒരു വിഭാഗം ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് പൂർണ്ണമായ ഒരു സമരമെന്നോ അല്ലെങ്കിൽ ഇതിനൊരു പണിമുടക്കെന്നോ പറയാൻ സാധിക്കില്ല. പക്ഷെ അതേസമയം വൈകിട്ട് 6 മണി വരെ പലയിടങ്ങളിലും കടയടച്ചിടും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. രാവിലെ മുതൽ തന്നെ തുറക്കേണ്ട പല കടകളും ഇതുവരെ തുറന്നിട്ടില്ല. അതോടൊപ്പം തന്നെ GST വകുപ്പിന്റെ അനാവശ്യ പിഴ, പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിലുള്ള പിഴ, വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിനുള്ള നടപടി അടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രതിഷേധമുള്ളത്. അതോടൊപ്പം കോവിഡ് ശേഷം വ്യാപാര മേഖല മെച്ചപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ഓൺലൈൻ വ്യാപാരം വലിയ രീതിയിൽ വളരുന്നു. അത് വ്യാപാരികൾക്ക് വലിയ രീതിയിലുള്ള കടകൾ നടത്തുന്നവർക്ക് തിരിച്ചടിയാകുന്നു. ഈ കാര്യവും സർക്കാരിന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപാരികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വ്യാപാര യാത്ര ഇന്ന് തലസ്ഥാനത്ത് അവസാനിക്കും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക. നിരവധി ആളുകൾ പണിയെടുക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ അവരുടെ തൊഴിലിനെ ഒരു ഉറപ്പ് നൽകുക, അല്ലെങ്കിൽ അവരുടെ ജീവിതഗതിയെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ വ്യാപാര മേഖലയെ വലിയ രീതിയിലുള്ള ഒരു സംരക്ഷണം നൽകുക എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്ന് കടകൾ വൈകിട്ട് 6 മണി വരെയാണ് അടച്ചിടുക. അതിന് ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് സർക്കാരിനോട് കാഴ്ചവെക്കുന്നത്. ഏതായാലും വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. ലിബീഷ്.